ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ആ ചാനൽ. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. കർക്കിടക മാസത്തിൽ ദശരഥ പുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങൾ ഒരേ ദിവസം ദർശനം നടത്തുന്നതാണ് നാലമ്പല ദർശനം. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തിയാൽ ഒരു തവണ രാമായണം മുഴുവൻ വായിച്ചതിന്റെ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്ന ക്രമത്തിൽ ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം പൂർത്തിയാക്കുന്നതാണ് വളരെ ഉത്തമമായി കണക്കാക്കപ്പെടുന്നത്. KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായാണ് ഞങ്ങൾ നാലമ്പല യാത്രയ്ക്ക് പുറപ്പെട്ടത്. അതിരാവിലെ 4:15 ഞങ്ങൾ ബസ് കയറി. കൃത്യം 6 മണിക്ക് തൃപ്രയാർ എത്തി. തൃശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിൽ തൃപ്രയാർ എന്ന സ്ഥലത്ത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ കരയിലാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഹനുമാനെയും സുബ്രഹ്മണ്യ സ്വാമിയെയും വണങ്ങിയ ശേഷം ഞങ്ങൾ അകത്ത് കടന്നു. അമ്പലത്തിന് മുന്നിലെ ആറിലെ മത്സ്യങ്ങൾക്ക് ആഹാരം നൽകുന്ന മീനൂട്ട് വഴിപാട് ഏറെ പ്രധാനമാണ്. ഭഗവാന്റെ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരത്തിന്റെ സങ്കല്പത്തിൽ മീനുകൾക്ക് തീറ്റ കൊടുക്കുന്നത് ഭക്തർ ഏറെ ഇഷ്ടപ്പെട്ടു ചെയ്യുന്ന ഒരു വഴിപാടാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായ മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമചന്ദ്രനെ ഖരദൂഷണ ത്രിശിരസ്സുകളെയും അവരുടെ സൈന്യത്തെയും വധിച്ച ശേഷമുള്ള ഉഗ്രഭാവത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പത്നിമാരായ ലക്ഷ്മി ദേവിയെയും ഭൂമി ദേവിയെയും ഭഗവാന്റെ ഇരുവശത്തുമായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് തിരക്കില്ലാതെ തന്നെ ദർശനം കഴിഞ്ഞിറങ്ങാൻ സാധിച്ചു. ഇവിടെ ഗോശാല കൃഷ്ണന്റെ ശ്രീകോവിലുണ്ട്. പിന്നെ പ്രത്യേക ശ്രീകോവിലിൽ ശാസ്താവുണ്ട്. രോഗശാന്തിക്ക് ഈ ശാസ്താവിനെ ഭജിക്കുന്നത് ഉത്തമമായി കരുതപ്പെടുന്നുണ്ട്. മാത്രമല്ല തൃപ്രയാറിലെ ആദ്യത്തെ പ്രതിഷ്ഠയും ശാസ്താവായിരുന്നെന്ന് പറയപ്പെടുന്നു. ഇതാണ് കദിന വഴിപാട്. തൃപ്രയാർ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് ഇത്. അലങ്കാര ഗോപുരത്തിൽ നിന്നും അമ്പലത്തിലേക്കുള്ള നടപ്പാതയ്ക്ക് ഇരുവശവുമായി അനേകം കടകളും റെസ്റ്റോറന്റുകളും കാണാം. ഈ ക്ഷേത്രത്തിൽ കൊടിയേറി ഉത്സവങ്ങളൊന്നും നടക്കാറില്ല. അതുകൊണ്ട് തന്നെ കൊടിമരവും ഇവിടെയില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ബലിക്കല്ലുകളുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടെ നിന്നും പ്രഭാത ഭക്ഷണവും കഴിച്ച് 8:50 ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി. എല്ലാവരും ബസ്സിൽ കയറി 9:40 കൂടൽമാണിക്യ ക്ഷേത്രം എത്തി. ഒരു ഐതിഹ്യം പറയാം. ദ്വാരക സമുദ്രത്തിൽ മുങ്ങിപ്പോയപ്പോൾ അവിടെ ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന 4 വിഗ്രഹങ്ങൾ കടലിൽ ഒഴുകി നടന്നു. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ചതുർബാഹു വിഗ്രഹങ്ങളായിരുന്നു അത്. നാട്ടുപ്രമാണിയായിരുന്ന വാക്കയിൽ കൈമൾക്ക് സമുദ്രത്തിൽ ഒഴുകി നടക്കുന്ന ഈ ചതുർബാഹു വിഗ്രഹങ്ങളെ കുറിച്ച് ഒരു സ്വപ്ന ദർശനമുണ്ടായി. കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവന്മാരിൽ നിന്നും ഈ വിഗ്രഹങ്ങൾ കൈമൾക്ക് ലഭിക്കുകയും ചെയ്തു. തുടർന്ന് ജ്യോതിഷികളുടെ ഉപദേശപ്രകാരം ഈ ദിവ്യ വിഗ്രഹങ്ങൾ 4 സ്ഥലങ്ങളിലായി പ്രതിഷ്ഠിച്ചു. കുലീബിനി തീർത്ഥക്കരയിൽ ഇരിഞ്ഞാലക്കുടിയിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലാണ് ഭരതനെ പ്രതിഷ്ഠിച്ചത്. അതായത് ഇവിടെ. തീവ്ര നദിക്കരയിൽ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ ശ്രീരാമനെയും, പൂർണ്ണ നദിക്കരയിൽ തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിൽ ലക്ഷ്മണനെയും, ഭരതക്ഷേത്രത്തിന് സമീപത്തായി പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ ശത്രുഘ്നനെയും പ്രതിഷ്ഠിച്ചു. ചില പ്രത്യേക വഴിപാടുകളുണ്ട് ഇവിടെ. ഉദരരോഗ നിവാരണത്തിനായി വഴുതനങ്ങ നിവേദ്യം സമർപ്പിക്കുന്നത് പ്രധാന വഴിപാടാണ്. രോഗശാന്തിക്കും കാര്യസാധ്യത്തിനും മറ്റും ഇവിടെ മീനൂട്ടും നടത്താറുണ്ട്. ഭരതന്റെ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽമാണിക്യം ക്ഷേത്രം. 10:30 അവിടെ നിന്നും ദർശനം കഴിഞ്ഞിറങ്ങി 11:40 തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രത്തിലെത്തി. എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ മൂഴിക്കുളം ദേശത്ത് ചാലക്കുടി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. ആദിശേഷന്റെ അവതാരമായ ശ്രീ ലക്ഷ്മണസ്വാമി ഇവിടെ രാവണപുത്രനായ മേഘനാഥനെ വധിക്കുവാൻ പുറപ്പെടുന്ന ഭാവാദി സങ്കല്പങ്ങളോടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ലക്ഷ്മണൻ മഹാവിഷ്ണുവിന്റെ ശയ്യയായ അനന്തൻ അഥവാ ആദിശേഷൻ എന്ന 1000 തലയുള്ള സർപ്പരാജാവിന്റെ അവതാരമാണ്. വൈകുണ്ഠത്തിൽ ഭഗവാന് പള്ളിയുറങ്ങാൻ മെത്തയായും ഇരിക്കാൻ ആസനമായും വെയിലിനും മഴയ്ക്കും കുടയായും കാവൽ നിൽക്കുന്നത് ആദിശേഷനാണ്.
കൃത്യം 12 മണിക്ക് ഞങ്ങൾ ദർശനം കഴിഞ്ഞിറങ്ങി. 1:15 പായമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. രാമായണത്തിലെ 3 രാമസഹോദരന്മാരിൽ ഏറ്റവും ഇളയ ആളായ ശത്രുഘ്നൻ ശാന്തനും ധീരനുമായ ഒരു അവതാരമാണ്. ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരവും ലക്ഷ്മണൻ മഹാവിഷ്ണുവിന്റെ ശയ്യയായ ആദിശേഷന്റെ അവതാരവും ഭരതൻ മഹാവിഷ്ണുവിന്റെ ശങ്കായ പാഞ്ചജന്യത്തിന്റെ അവതാരവും ശത്രുഘ്നൻ മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്തിന്റെ അവതാരവുമായാണ് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. 2 മണിക്ക് ഞങ്ങൾക്ക് പ്രസാദ ഊട്ട് കിട്ടി. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ശത്രുഘ്ന വിഗ്രഹം സംരക്ഷിക്കുന്നതിന് ശ്രീകോവിലിൽ നിന്നും പഞ്ചലോഹ വിഗ്രഹം എടുത്ത് ക്ഷേത്രക്കുളത്തിൽ ഒളിപ്പിച്ചുവത്രേ. പിന്നീട് വിഗ്രഹം കുളത്തിൽ നിന്നും വീണ്ടെടുക്കാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ 2:50 ആവുമ്പോഴേക്കും നമ്മുടെ നാലമ്പല ദർശനം കഴിഞ്ഞു. വർക്കിംഗ് ഡേ ആയതുകൊണ്ടാവാം അധികം തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. നിങ്ങളുടെ കുടുംബമോ കൂട്ടുകാരോ ആരെങ്കിലും നാലമ്പല യാത്ര പോവാനായി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത്. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.